വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ബുധനാഴ്ച. അകമല വാഴക്കോട് ഭീതി പരത്തി ഒറ്റയാൻ. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തുരത്തി. പുതുക്കാട് നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ബാങ്ക് ജീവനക്കാരിയായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. ഗുരുവായൂർ ഏകാദശി മറ്റന്നാൾ. സ്വർണ്ണക്കോലത്തിലെ എഴുന്നള്ളിപ്പ് തൊഴാൻ ഭക്തജന തിരക്ക്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ 3 വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ചേരമാൻ മസ്ജിദ് വാർഡ്, ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പൂശപ്പിള്ളി വാർഡ്, നാട്ടിക പഞ്ചായത്തിലെ ഗോഖലെ വാർഡ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. തൃശൂർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട്. വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശൃംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. ഗീത റാണിയാണ് NDA സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സര രംഗത്തുള്ളത്. 831 വോട്ടർമാരാണ് വാർഡിലുള്ളത്. അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് BJPയുടെ സിറ്റിംഗ് സീറ്റായ 41ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. അകമല വാഴക്കോട് ഭീതി പരത്തി ഒറ്റയാന്റെ വിളയാട്ടം. കഴിഞ്ഞ ദിവസം രാത്രിയിലിറങ്ങിയ കാട്ടാനയെ നാട്ടുകാരും വനംവകുപ്പ് അധികൃതരും ചേർന്ന് പടക്കം പൊട്ടിച്ചു തുരത്തി. ഒറ്റയാൻ വാഴക്കൊമ്പനാണ് കഴിഞ്ഞ 2 ആഴ്ചയായി മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴകൾ നശിപ്പിച്ച് വാഴപ്പിണ്ടി മാത്രം ഭക്ഷിക്കുന്നതിനാലാണ് നാട്ടുകാർ ഒറ്റയാനെ വാഴക്കൊമ്പൻ എന്ന് പേരിട്ടിരിക്കുന്നത്. ഏതാനും ദിവസം മുൻപ് അകമല റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് കാട്ടാനെത്തിയിരുന്നു. ഇതേ തുടർന്ന് റെയിൽവേ അധികൃതർ വനം വകുപ്പിന് ആനയെ തുരത്താൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. വനം വകുപ്പ് സംഘം ആനയെ തുരത്തുന്നതിനായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കാട്ടാനയെ കണ്ടെത്താനായില്ല. അകമലയിലെ കാട്ടാന ഭീഷണിയിൽ അടിയന്തര നടപടി ആവശ്യപ്പെടുന്നതായി പ്രതിപക്ഷ കൌൺസിലർ K അജിത് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തിന് വനം വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വൻ തുകയിൽ ഒരു പങ്കുപോലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതമാകുമെന്നും K അജിത് കുമാർ പറഞ്ഞു. ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ അകമലയിൽ വാഴക്കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് കൂട്ടമായിട്ടല്ല ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. സ്വാഭാവികമായി ഒറ്റയാന്മാര് ആളുകളെയും മറ്റുള്ളതിനൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഴക്കൊമ്പൻ അടക്കമുള്ള ആനകളെ ഇങ്ങോട്ട് ചുരം കിടന്ന് വന്ന ആനകളെ തിരിച്ച് അവരുടെ പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. പുതുക്കാട് ബസാർ റോഡിൽ ഭാര്യയെ ഭർത്താവ് നടു റോഡിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ബസാർ റോഡിലെ SBI ബാങ്കിലെ ക്ലീനിംഗ് ജീവനക്കാരിയായ കൊട്ടേക്കാട് ഒലഴിക്കൽ വീട്ടിൽ ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കേച്ചേരി സ്വദേശി കൂളവീട്ടിൽ ലിസ്റ്റിൻ പുതുക്കാട് പോലീസിൽ കീഴടങ്ങി. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. ബസ്സിറങ്ങി ബാങ്കിലേക്ക് പോകുന്നതിനിടെ പുതുക്കാട് പള്ളിക്ക് സമീപം വച്ച് ലിസ്റ്റിൻ ബിബിതയെ കുത്തുകയായിരുന്നു. റോഡിൽ വീണ് കിടന്ന യുവതിയെ നാട്ടുകാർ ചേർന്നാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. 9 തവണ യുവതിക്ക് കുത്തേറ്റു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും കുറച്ചുനാളായി അകന്നു കഴിയുകയാണ്. 10 വയസ്സുള്ള ഇവരുടെ മകൻ ലിസ്റ്റിന്റെ കൂടെയാണ് കഴിയുന്നത്. മകന്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യവും ഭാര്യയോടുള്ള സംശയവുമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. ഏതാനും നാളുകൾക്ക് മുൻപിൽ ബാങ്കിലെത്തി ഭാര്യയെ ആക്രമിച്ച സംഭവത്തിൽ ലിസ്റ്റിനെതിരെ പുതുക്കാട് പോലീസിൽ പരാതിയുണ്ട്. പുതുക്കാട് സെന്ററിൽ നടുറോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ബസാർ റോഡിലെ നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെയാണ് നടുക്കുന്ന സംഭവം. ബസാർ റോഡിലെ SBI ക്ലീനിംഗ് ജീവനക്കാരിയായ കൊട്ടേക്കാട് ഒലഴിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ബസ് ഇറങ്ങി നടന്നു വരുന്നതിനിടെ ഭർത്താവ് കേച്ചേരി സ്വദേശി ലിസ്റ്റിൻ ഇവർക്ക് നേരെ ഓടി വരുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിൻ വരുന്നത് കണ്ട് ഓടി മാറാൻ ശ്രമിച്ച ബിബിത റോഡിൽ വീഴുകയും കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് തുടരെ കുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്.
ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച സ്വർണ്ണക്കോലത്തിലെ എഴുന്നള്ളിപ്പ് തൊഴാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അഷ്ടമി വിളക്ക് മുതലാണ് സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ഇന്ന് ക്ഷേത്രത്തിൽ നവമി വിളക്കാണ്. നവമി വിളക്കിനോടനുബന്ധിച്ച് നമസ്കാര സദ്യയുമുണ്ട്. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിൽ ദർശനത്തിനായി വൻ തിരക്ക് അനുഭവപ്പെടും. നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസം ആചരിക്കുന്ന ഉദയാസ്തമന പൂജ ഇത്തവണയുണ്ടാകില്ല. ഗജരാജൻ കേശവൻ അനുസ്മരണം നാളെ നടക്കും. മരത്താക്കരയിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മരത്താക്കര സ്വദേശി വിയ്യത്ത് 64 വയസ്സുള്ള സിദ്ധാർത്ഥനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുമ്പോൾ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. വരവൂർ വേട്ടാണി വളവിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ട്രാൻസ്ഫോമറിൽ ഇടിച്ചുകയറി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ട്രാൻസ്ഫോർമറിന്റെ സുരക്ഷാവേലി തകർത്താണ് വാൻ ഇടിച്ചുകയറിയത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ പെരിന്തൽമണ്ണ സ്വദേശികളായ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനം ഭാഗികമായി തകർന്നു. വരവൂർ ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് വളവിൽ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകട ഭീഷണി ഉയർത്തി തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകളുടെ മത്സരയോട്ടം. ബസ്സുകളുടെ മരണപ്പാച്ചിൽ മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തൃശൂരിൽ നിന്ന് ഗുരുവായൂർ, കുന്നംകുളം, കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് അമിത വേഗത്തിലുള്ള ബസ്സുകളുടെ മത്സരയോട്ടം മൂലം ഈ റൂട്ടിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. ഇരുചക്രവാഹന യാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങളെ തുടർന്ന് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും പോലീസോ മോട്ടോർ വാഹന വകുപ്പോ നടപടിയെടുക്കുന്നില്ല. സമയക്രമത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷവും ഈ റൂട്ടിൽ പതിവാണ്. ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടൂർ സ്വദേശി മരിച്ചു. പൊഞ്ഞനം ചേലത്തക്കത്തറ സ്വദേശി നടുപറമ്പിൽ സുനിലനാണ് മരിച്ചത്. പൊഞ്ഞനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട് പെയിന്റ് ചെയ്യുന്നതിനിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ബി.ജെ.പി. പാർലിക്കാട് 21ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. പാർലിക്കാട് വെസ്റ്റ് ഡിവിഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗം ബാബു വാരിയർ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി, എം.ആർ. അനിൽ, ശശികുമാർ, ടി.എൻ. ഷിബു, എം.എ. അജിത് എന്നിവർ നേതൃത്വം നൽകി. CPM മണലൂർ ഏരിയ സമ്മേളനം ഈ മാസം 20 മുതൽ 23 വരെ പാവറട്ടയിൽ നടക്കും. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം മുരളി പെരുന്തല്ലി MLA നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ടി.വി. ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. 21, 22 തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം M.K. കണ്ണൻ ഉദ്ഘാടനം ചെയ്യും. 23-ന് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും ഉണ്ടാകും. വൈദ്യുതി ചാർജിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് KECB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തെക്കുംകര പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സുനിൽ ജേക്കബ്, K. ചന്ദ്രശേഖരൻ, ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് KR സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം അന്തരിച്ച കുറുക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രം മേൽശാന്തി V.K. രമേശിന്റെ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. ക്ഷേത്രത്തിന് മുൻവശത്തായിരുന്നു പൊതുദർശനം. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം നടന്നു. ചന്ദ്രാപിന്നിയിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി. ചന്ദ്രാപിന്നി 17ാം കല്ല് സ്വദേശി തോട്ടാരത്ത് വീട്ടിൽ സുഹാസിനാണ് മർദ്ദനമേറ്റത്. 17ാം കല്ല് ക്ഷേത്രത്തിനു സമീപം ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുഹാസ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ 10ഓളം പേർക്കെതിരെ കയ്പമംഗലം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. അക്ഷരം പ്രതി വായനക്കൂട്ടത്തിന്റെ നോവൽ ചർച്ചയുടെ ഭാഗമായി ഹുസൈർ മുഹമ്മദ് രചിച്ച അകലെ എന്ന നോവലിനെക്കുറിച്ച് ചർച്ചയും സംവാദവും നടത്തി. നോവൽ ചർച്ചയിൽ ഗോപി തൃപ്രയാർ അകലെ എന്ന നോവലിനെ പരിചയപ്പെടുത്തി. ഷൈജൻ ശ്രീവത്സം, കവി രാമചന്ദ്രൻ വേളക്കാട്ട്, K. ദിനേശ് രാജ, ലാൽ കച്ചില്ലം, സതീഷ് കുമാർ വിശാഖപട്ടണം, സുനിൽ വേളക്കാട്ട്, മണികണ്ഠൻ കാട്ടാമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു.
നോവലുമായി ബന്ധപ്പെട്ട എഴുത്തനുഭവങ്ങൾ ഗ്രന്ഥകാരൻ ഹുസൈർ മുഹമ്മദ് സദസ്സുമായി പങ്കുവച്ചു. ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രസിദ്ധീകരിച്ച മാളവിക സുനിലിനെ ചടങ്ങിൽ ആദരിച്ചു. തരത്തിലുണ്ടാവാറുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ളൊരു യാത്ര പോകുമ്പോൾ ഈ അകലെ വായിച്ചപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തിയത് രണ്ട് പുസ്തകങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരു ചലച്ചിത്രവും. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് നേത്രചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചു. റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. നന്മ കലാകായിക സാംസ്കാരിക സമിതി പ്രസിഡന്റ് PV അക്ബർ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ 70ഓളം പേർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് KV ആരിഫ്, ജോയിന്റ് സെക്രട്ടറി ജഹാംഗീർ, സനിൽ സലീം, മുഹമ്മദ് ഇക്ബാൽ, മജീദ് പേനത്ത്, KB രാജു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വൈദ്യുതി നിരക്ക് വർധന പിണറായിയുടെ പകൽ കൊള്ളയെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൈക്കാട് വൈദ്യുതി ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK രാജൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, BB ജോയ്, ഷാജു തരകൻ, RM ബഷീർ, ജനപ്രതിനിധികളായ OJ ഷാജൻ, ആന്റോ പോൾ, ജെറോം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യും. ഈ സമരത്തിന്റെ രാഷ്ട്രീയം, ഈ സമരം SNDP ചേറ്റുപുഴ ശാഖാ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുനിലൻ പണിക്കെട്ടി അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഒല്ലൂർ പടവരാട് യൂണിറ്റ് സമ്മേളനം ചീരാച്ചിയിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് റൂബി ജോസ് അധ്യക്ഷത വഹിച്ചു. തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി 15,000 രൂപയാക്കണമെന്നും തയ്യൽ തൊഴിലാളികളായ വിധവകളുടെ പെൻഷൻ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി മിനി വിൽസൺ, യൂണിറ്റ് സെക്രട്ടറി ആനി ലൈജു, ട്രഷറർ ലിജി ജോഷി എന്നിവർ സംസാരിച്ചു. പുതുരുത്തി വിശുദ്ധ 10ാം പിയൂസ് ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് മുന്നോടിയായി നിർമ്മിച്ച ഗ്രേസ് വാലി ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത്, വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ, എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി തൃശൂർ ജില്ലാ ചാപ്റ്റർ സംഘടിപ്പിച്ച ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം KFRI ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ TV സജീവ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ PN തങ്കച്ചൻ, ജില്ലാ പ്രസിഡന്റ് TK ശ്രീനിവാസൻ, G നാരായണൻ, ഡോക്ടർ ഷീനജ, ബോണിഫസ് ബെന്നി, പ്രൊഫസർ K പാപ്പുട്ടി എന്നിവർ സംസാരിച്ചു. പേനകം വിശ്വകലാക്ഷേത്രയുടെ നാട്ടകം നാടകോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ VK ശ്രീരാമൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി PD ശോഭനയിൽ നിന്ന് ആദ്യ പ്രതി ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. പേനകം വിശ്വകലാക്ഷേത്രം പ്രസിഡന്റ് ശ്രീനിവാസൻ പണിക്കശ്ശേരി അധ്യക്ഷനായി. സംഘാടക സമിതി അംഗങ്ങളായ സുനിൽ മാരാത്ത്, ഷൈൻ പനക്കൽ, സുനിൽ കുമാർ അപ്പു എന്നിവർ സംസാരിച്ചു. ഈ മാസം 22 മുതൽ 27 വരെ പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മൈതാനിയിലാണ് നാടകോത്സവം നടക്കുക. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 70ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം SYS 18 മുറി യൂണിറ്റ് സൗഹൃദ ചായ സൽക്കാരം സംഘടിപ്പിച്ചു. SYS കൈപ്പമംഗലം സോൺ പ്രസിഡന്റ് ഇസ്മായിൽ കരീമി ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സെക്രട്ടറി ഫളൽ തങ്ങൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സിറാജ്, കൂരിക്കുഴി മഹല്ല സെക്രട്ടറി KK ഹംസ, സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 27, 28, 29 തീയതികളിൽ ആമ്പല്ലൂരിലാണ് SYS സംസ്ഥാന സമ്മേളനം നടക്കുക. വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൗഹൃദ ചായ എന്നത്. മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ ഒരു മാസം നീളുന്ന ഫോട്ടോഗ്രഫി പ്രദർശനത്തിന് തുടക്കമായി. സൈലൻസ് ആൻഡ് കയോസ് എന്ന പേരിലുള്ള ഫോട്ടോഗ്രഫി പ്രദർശനം യാത്രികനും സഞ്ചാര സാഹിത്യകാരനുമായ ഡോക്ടർ KB ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി അധ്യക്ഷത വഹിച്ചു.
ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി, മ്യൂസിയം ഡയറക്ടർ പ്രവീൺ പി മോഹൻദാസ്, പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, അക്കാദമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗായകരായ സണ്ണി വിശ്വനാഥ്, അർജുൻ ദേവ്, ഗീതിയ വർമ്മൻ, ശ്രീകാന്ത്, ശശികാന്ത് എന്നിവരുടെ സംഗീത സന്ധ്യ അരങ്ങേറി. അടുത്ത മാസം 10 വരെ പ്രദർശനം നീണ്ടുനിൽക്കും. നിശബ്ദമെങ്കിലും ആസ്വാദകരോട് വാചാലമാകുന്ന വേറിട്ട ചിത്രങ്ങളാണ് മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ ആരംഭിച്ച സൈലൻസ് ആൻഡ് കയോസ് ക്യൂറേറ്റഡ് ഫോട്ടോ പ്രദർശനത്തിൽ ഉള്ളത്. അജയ് പാങ്ങിൽ, ഡോക്ടർ രാജശേഖര വർമ്മ, നിരഞ്ജൻ ദാസ് ശർമ്മ, രാജീവ് മണ്ണയം, ഡോക്ടർ കൃഷ്ണകുമാർ മേച്ചൂർ, സേവി മാളിയക്കൽ അടക്കമുള്ള 13 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയതാണ് പ്രദർശനത്തിലുള്ള 17 ചിത്രങ്ങൾ. ജീവിതത്തിലെ 2 വൈരുദ്ധ്യ തലങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ് പ്രദർശനമെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലായാലും പ്രവൃത്തിയിലായാലും ചിന്തയിലായാലും ഒക്കെ ഉണ്ടാകുന്ന കുറേ വൈരുദ്ധ്യങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ 2 തലങ്ങളാണ് ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത്, ഈ ഒരു അസ്വസ്ഥത എന്നാണ് പറയാവുന്ന മറ്റൊന്നും. അങ്ങനെ നമ്മൾ നിശബ്ദത എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ചിത്രങ്ങളിലൊക്കെ നിശബ്ദതയോടൊപ്പം തന്നെ വളരെ ഒരു ശാന്തത കൂടിയുണ്ട്. അത്തരം ഒരു കുറെ കാഴ്ചകളുടെ ഒരു കളക്ഷനാണ് ഈ ചുമരിൽ ഇരിക്കുന്നത്. ഗാലറിയുടെ ഒരു ഭാഗത്ത് സൈലൻസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളും മറുഭാഗത്ത് കയോസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളും ആസ്വാദകർക്കായി വിന്യസിച്ചിരിക്കുന്നു. ജനുവരി 10 പ്രദർശനം സമാപിക്കും. TCV ന്യൂസ്, കൊടകര. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റ് കുടുംബസംഗമം കൊടുങ്ങല്ലൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് CS ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CJ റാം അധ്യക്ഷത വഹിച്ചു. SA കശ്യപൻ, യൂണിറ്റ് സെക്രട്ടറി PK ഹരിദാസ്, ട്രഷറർ NT ബാബു എന്നിവർ സംസാരിച്ചു. വള്ളത്തോൾ നഗർ പള്ളിക്കൽ ക്ഷേത്രത്തിൽ ചെണ്ടമേളം അരങ്ങേറ്റം നടന്നു. 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 39 പേരാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. കൊണ്ടയൂർ വാസുദേവന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. 7 വയസ്സുള്ള കൃഷ്ണ മുതൽ 79 വയസ്സുള്ള ആയുർവേദ ഡോക്ടർ ഉപേന്ദ്രൻ വരെ അരങ്ങേറ്റം കുറിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പുഷ്പരാജൻ, രാജ്കുമാർ, ഗോവിന്ദരാജ്, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. സാംസ്കാരിക സംഘടനയായ കുന്നംകുളം കഥ ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം ബദനി കോളേജിൽ സെമിനാർ ഹാളിൽ നടന്ന വാർഷികാഘോഷം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കഥ ക്ലബ് പ്രസിഡന്റ് ലിജോ ചീരൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഇർഷാദ് കഥ ക്ലബിന്റെ വെബ്സൈറ്റ് പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മുൻ മലയാളം മേധാവി ശങ്കരനുണ്ണി, ഡോക്ടർ ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് കുന്നംകുളത്താണ്. ഇന്നത്തെ ദിവസം ഇവിടെ പങ്കെടുക്കുന്നത് കാരണം ഇതിന്റെ ആക്ടിവിറ്റീസ് ആക്ച്വലി പന്നിത്തടം ടീം വെല്ലിക്ക കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വേൾഡ് ഹെൽത്ത് കവറേജ് ഡേയുടെ ഭാഗമായി വ്യാഴാഴ്ച 2ാമത് ഓൾ കേരള മിനി മാരത്തൺ വാക്കിംഗ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 6-ന് പന്നിത്തടം സെന്ററിൽ നിന്ന് ആരംഭിച്ച് കടങ്ങോട് റോഡ് ജംഗ്ഷനിലെത്തി തിരിച്ച് പന്നിത്തടം സെന്ററിൽ തന്നെ സമാപിക്കും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ടീം വെല്ലിക്ക പ്രസിഡന്റ് VM മുജീബ് റഹ്മാൻ, സെക്രട്ടറി PS ഷഫീഖ്, ട്രഷറർ ജിത്തു കൃഷ്ണ, കോർഡിനേറ്റർമാരായ ലത്തീഫ് വെള്ളറക്കാട്, PF നിയാസ് എന്നിവർ പങ്കെടുത്തു. കോലഴി കൊടുമുള്ളിക്കാവ് വേട്ടേക്കരൻ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കാഘോഷം നടന്നു. നെട്ടിശ്ശേരി കൃഷ്ണൻ സ്വാമിയുടെ നേതൃത്വത്തിലാണ് കൊട്ടാരം മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് അരിമ്പൂർ കൈപ്പിള്ളി 15-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വാർഡ് പ്രസിഡന്റ് PM സിൻഡോ നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി KSCB ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NR സതീശൻ, NA സാബു, ജോസഫ് ചുങ്കത്ത്, SAA ആസാദ്, TV സണ്ണി, ബുഷറ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഡിസംബർ 25 വരേക്ക് നീട്ടി. മുൻഗണനേതര റേഷൻ കാർഡുകൾ PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 10 നിന്ന് 25 ദീർഘിപ്പിച്ചു. അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ 25 വൈകിട്ട് 5 വരെ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 24 മണിക്കൂറിനകം ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീരത്തെത്തും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ 12 മുതൽ 14 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വാടാനപ്പള്ളി ശാഖയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ വർഷം തോറും നടത്തിവരാറുള്ള ദേശവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി. 2 ദിവസങ്ങളിലായി നടന്ന മഹോത്സവം പ്രസാദ ഊട്ടോടെ അവസാനിച്ചു. ഭാരവാഹികളായ ചെയർമാൻ പ്രകാശൻ കടവിൽ, സെക്രട്ടറി സിന്ധു മദൻ മോഹൻ, ജനറൽ കൺവീനർ KA രാഹുലൻ, ട്രഷറർ VN നാരായണബാബു, മാതൃസമിതി ചെയർപേഴ്സൺ മാല ജഗദീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. ആളപായമില്ല. മാരുതി സർവീസ് സെന്ററിന്റെ വാഹനത്തിനാണ് തീപിടിച്ചത്. ചാവക്കാട് തങ്ങൾപടിയിൽ നിന്ന് വാഹനം സർവീസിനായി കൊണ്ടുപോകുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ഹാരിസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹാരിസ്, ഓമിനി വാൻ കത്തി നശിക്കുന്നത് അത് കണ്ടുകൊണ്ടാണോ ഡ്രൈവർ ഇറങ്ങുന്നത്? അത് പുറമേ നിന്ന് ആരെങ്കിലും മുന്നറിയിപ്പ് നൽകുകയായിരുന്നോ? സിജി, ഇന്ന് ഉച്ചയ്ക്ക് 2:15 ഒറ്റത്തെങ്ങ് ഒരുമലി ഒറ്റത്തെങ്ങിലുള്ള മാരുതി സർവീസ് സെന്ററിലെ ഒമിനി വാൻ ഒമിനി വാനിന് തീപിടുത്തമുണ്ടായത്. ചാവക്കാട് ഹയാത്ത് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തു നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ഉടൻ തന്നെ വണ്ടി വലിയ രീതിയിൽ ആളിക്കത്തുകയും തുടർന്ന് നാട്ടുകാർ, സമീപത്തുണ്ടായിരുന്നവർ തന്നെ കടക്കാർ ഗുരുവായൂർ അഗ്നിശമന സേനയെ അറിയിക്കുകയും തുടർന്ന് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. കുന്നംകുളം ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ ഏറെ തിരക്ക് റോഡാണ്. ഇതുകൊണ്ട് തന്നെ മാത്രമല്ല ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള വഴിയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഹയാത്ത് ആശുപത്രിയിൽ വലിയൊരു തിരക്കുള്ള ഏരിയ തന്നെയായിരുന്നു. പക്ഷേ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേന തീ അണച്ചു. ഈ റൂട്ടിൽ ഏറെ നേരം ഏതാണ്ട് 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഈ ഫയർഫോഴ്സ് തീ അണച്ചതിന് ശേഷം വണ്ടി മാറ്റിയിട്ടതിന് ശേഷമാണ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഹാരിസ്, ഒമ്നി വാൻ പൂർണ്ണമായും കത്തി നശിച്ചോ അതോ ഉപയോഗയോഗ്യമാണോ ഇനി അത്? ഇല്ല, ഒമിനി വാൻ പൂർണ്ണമായും കത്തി നശിച്ചിട്ടില്ല. ഏതാണ്ട് എഞ്ചിൻ ഭാഗം പൂർണ്ണമായും മുൻഭാഗം ഒമിനി വാനിന്റെ മുൻവശം ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു. ഉടൻ ഫയർഫോഴ്സ് എത്തി തീയണച്ചതിന് വലിയൊരു അപകടം, വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് പറയാം. വാഹനങ്ങൾ ഇതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ കത്തി നശിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതൊരു സാങ്കേതിക തകരാറായിട്ട് നന്നാക്കാൻ കൊണ്ടുപോകുന്ന ഒരു വാഹനം, എന്തായിരിക്കാം ഇതിന്റെ ഒരു കാരണം എന്നുള്ളത് ഫയർഫോഴ്സോ മറ്റേതെങ്കിലും സർവീസ് നമ്മളെ അറിയിക്കുകയുണ്ടായോ? എന്തായിരിക്കാം കാരണം? ഈ വാഹനം സർവീസ് സെന്ററിൽ റിക്കവറി ഉപയോഗപ്പെടുന്ന വാഹനമാണ്.
സർവീസ് സെന്ററുകളിൽ വാഹനം കേടായി കഴിഞ്ഞാൽ അവിടെ എത്തി വാഹനം റിക്കവർ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാഹനമാണെന്നാണ് പറയപ്പെടുന്നത്. ഷോർട്ട് സർക്യൂട്ട്, എഞ്ചിനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹാരിസ്, വാഹന ഗതാഗതങ്ങളൊക്കെ സാധാരണ രീതിയിലായോ? 1 മണിക്കൂറോളം ഈ മേഖലയിൽ ചാവക്കാട് കുന്നംകുളം റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും ഇപ്പോൾ നിലവിൽ സാധാരണ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ കത്തിയ വാഹനം മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നന്ദി ഹാരിസ്, വിവരങ്ങൾ നൽകിയതിന്. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാനിന് തീപിടിച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെയാണ് വാഹനങ്ങൾ തീപിടുത്തത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാഹന യാത്രികർ ശ്രദ്ധിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റു വാർത്തകളിലേക്ക്. കേരള ടൈലേഴ്സ് അസോസിയേഷൻ എരുമപ്പെട്ടി യൂണിറ്റ് സമ്മേളനം AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. മങ്ങാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KM മിനി അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ, യൂണിറ്റ് സെക്രട്ടറി KV ജോൺസൺ, ട്രഷറർ CN സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻകാല പ്രവർത്തകരെ ആദരിച്ചു. പ്രസിഡന്റായി KM മിനിയെയും സെക്രട്ടറിയായി KV ജോൺസണെയും ട്രഷററായി CN സന്ധ്യയെയും തെരഞ്ഞെടുത്തു. വയോധികർക്ക് അർഹമായ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേന അംഗങ്ങളുടെ കൃത്യവിലോപത്തിനെതിരെ വേലൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു. നാട്ടുകാരിൽ നിന്നും 50 രൂപ വീതം പിരിച്ചെടുത്ത് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ ഹരിതകർമ്മസേന അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത്. പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ KP അനിൽ, CD സൈമൺ, നിധീഷ് ചന്ദ്രൻ, വിജിനി ഗോപി, അജി ജോഷി എന്നിവർ പങ്കെടുത്തു. ഇന്നലെ വേലൂർ പഞ്ചായത്തിലെ പോസ്റ്റ് ഓഫീസ് സെന്ററിന്റെ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന്റെ പരിസരത്തിന് മുൻവശത്ത് വളരെ ജനങ്ങൾക്ക് കടന്നു പോലും പോകാൻ പറ്റാത്ത രീതിയിൽ മാലിന്യങ്ങൾ മൊത്തം വലിച്ചെറിഞ്ഞ രീതിയിൽ കാലത്ത് ജനങ്ങൾ അവിടെ നിന്ന് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 12ാം വാർഡ് മെമ്പർ ചെന്ന് അവിടുത്തെ മാലിന്യം പറക്കുകയുണ്ടായി. ആ സെന്ററിൽ നിന്ന് 300 മീറ്റർ അകലെ മാത്രമാണ് ഈ മാലിന്യത്തിന്റെ കളക്ഷൻ സെന്റർ അവിടെ നമ്മൾ വെച്ചിട്ടുള്ളത്. അവിടെ കൊണ്ടുപോകേണ്ട ഹരിതകർമ്മസേന മാലിന്യം ഈ സ്ഥലത്ത് അലക്ഷ്യമായിട്ട് സൂക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നായ്ക്കൾ വന്ന് വലിച്ച് കളഞ്ഞിട്ടാണ് അത്രയും വലിയ മാലിന്യം വലിയ രീതിയിൽ വലിച്ചെറിയുകയും വലിയ രീതിയിൽ അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായത് നമ്മളൊക്കെ കണ്ടതാണ്. അങ്ങനെ ജനങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ ആ ആളുകൾ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അവിടെ വലിച്ചെറിയുമ്പോൾ അത് നമ്മൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ മെമ്പർമാരോട് പഞ്ചായത്ത് സെക്രട്ടറി. ഇനി വാണിജ്യം. 1.5 പതിറ്റാണ്ട് കാലമായി മുണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല്ലൻസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ പല്ലൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട ലൂർദുപള്ളിക്ക് എതിർവശം ഈസ്റ്റ് ഫോർട്ട് ടവറിന്റെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച പല്ലൻസ് മേക്ക് ഓവർ യൂണിസെക്സ് സലൂണിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം സാനിയ ബാബു നിർവഹിച്ചു. വെൻ ഗ്രൂപ്പ് ചെയർപേഴ്സൺ സുൽത്താന ഫാത്തിമ ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ പല്ലൻസ് ഗ്രൂപ്പ് സാരഥികളായ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ജോബി, ജോബി പല്ലൻ, അനഘ പല്ലൻ, അന്ന പല്ലൻ, ആൻഡോ പല്ലൻ, ആൻവിൻ പല്ലൻ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, പല്ലൻസിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, മോഡലുകൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. HD വാട്ടർ പ്രൂഫ് മേക്കപ്പ്, കൊറിയൻ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, സ്പെഷ്യലിസ്റ്റ് ഇൻ റഷ്യൻ ഹെയർ സ്റ്റൈൽ, സലൂൺ വിത്ത് മേക്കപ്പ് തുടങ്ങിയവയെല്ലാം പല്ലൻസ് യൂണിസെക്സ് സലൂണിന്റെ പ്രത്യേകതയാണ്. ലോകത്തിലെ നമ്പർ 1 സെലിബ്രിറ്റി റഷ്യൻ ഹെയർ സ്റ്റൈലിസ്റ്റായ ജോർജ് കോട്ട് സർട്ടിഫൈഡ് ഹെയർ സ്റ്റൈലിസ്റ്റും ഇന്റർനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് ദിവ്യ ജോബി. മുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന പല്ലൻസ് ഹെയർ മാജിക്, പല്ലൻസ് മേക്ക് ഓവർ, പല്ലൻസ് ഡിസൈനർ ഷോപ്പ് എന്നിവ പല്ലൻസ് ഗ്രൂപ്പിന്റെ സഹോദര സ്ഥാപനങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400824638 8714374355. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3202 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ 3 വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ബുധനാഴ്ച. അകമല വാഴക്കോട് ഭീതി പരത്തി ഒറ്റയാൻ. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തുരത്തി. പുതുക്കാട് നടു റോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ബാങ്ക് ജീവനക്കാരിയെ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. ഗുരുവായൂർ ഏകാദശി മറ്റന്നാൾ. സ്വർണ്ണക്കോലത്തിലെ എഴുന്നള്ളിപ്പ് തൊഴാൻ ഭക്തജന തിരക്ക്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.